എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കേട്ട് കാണും മറ്റേ ന്യൂസ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറിന് പറ്റിയ ചെറിയൊരു അബദ്ധമല്ല, വലിയ അബദ്ധം തന്നെയാണ് ഒക്കെ നമ്മൾ സമ്മതിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ പറ്റിയെന്ന് വെച്ചാൽ പ്രോപ്പർ മോണിറ്ററിങ് ഇല്ലാത്തതിൻ്റെ ഒരു ഇഷ്യൂ ആയിരുന്നു. ആ ഡോക്ടർ അതിൻ്റെ അപ്പോളജൈസ് മറ്റു കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. അതുമല്ല, രണ്ട് കുട്ടികൾക്ക് സെയിം പേരും പിന്നെ രണ്ടുപേർക്കും സെയിം ഇഷ്യൂസ്, നാവിന് രണ്ടുപേർക്കും ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ആ പറഞ്ഞത്. എൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിലും സോ അതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഡോക്ടറിൻ്റെ മണ്ടയിൽ ഇടേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിനും അതിൻ്റെ ഉത്തരവാദിത്വ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങൾ ചെയ്തതുപോലെ ഒരു ടാഗ് മാർക്ക്, നമ്മൾ കയ്യിലൊക്കെ ടാഗ് ഇടുന്ന കണക്ക് ഒരു ചെറിയൊരു ടാഗ് എല്ലാ പേഷ്യൻറ്റിനും, അഡ്മിറ്റ് ചെയ്യുന്ന ഇൻ പേഷ്യൻറ്റിനും സർജറിക്കൊക്കെ പോകുന്ന പേഷ്യൻറ്റിനൊക്കെ ആ ടാഗ് മാർക്ക് ഇട്ടിട്ട് ഓരോ തവണ അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്ന, അവർക്ക് കൊടുക്കുന്ന മരുന്ന് പ്രൊസീജിയറൊക്കെ ആ ടാഗിൽ ഒരു QR കോഡ് നമ്മൾ ഒരു സ്കാൻ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റ് നമ്മളിപ്പം സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ സ്കാൻ ചെയ്യുമല്ലോ, അത് കണക്ക് അവിടെ സ്കാൻ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് അതിനൊക്കെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഹിസ്റ്ററി ആവുകയും ഒരു മെഡിക്കൽ എന്താ പറയുക ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആയിട്ട് നമുക്കത് കിട്ടുകയും പുള്ളിക്കാരൻ്റെ ഫ്യൂച്ചറിലേക്ക് അത് യൂസ് ചെയ്യാനും പറ്റും. അദ്ദേഹത്തിന് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സോ ഇതും നമ്മുടെ ഈ ഒരു ടാഗും അത് ഒരു ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇതൊരു പ്രോപ്പർ മെഡിക്കൽ ഹിസ്റ്ററി ആക്കി എടുത്തു കഴിഞ്ഞാൽ അതൊരു ഡിജിറ്റൽ മെഡിക്കൽ റെക്കോർഡ് കണക്ക് ഇത് ടോട്ടലായിട്ട് മാറും. ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ. പല വിദേശ രാജ്യങ്ങൾ, ഇപ്പോൾ സിംഗപ്പൂർ പോയാലും മലേഷ്യ പോയാലും എല്ലാ രാജ്യത്ത് പോയാലും ഇവിടെയൊക്കെ ഇൻ പേഷ്യൻസിന് ഒരു ടാഗൊക്കെ കൊടുത്തു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഈവൻ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രികളിൽ പലയിടത്തും ഇത് തുടങ്ങിയിട്ടുണ്ട് ഈ സമ്പ്രദായങ്ങൾ. ശരിക്കും ഗവൺമെൻറ് ഇത് അഡോപ്റ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡോക്ടർമാർക്കൊക്കെ ഈ പ്രൈവറ്റിൽ പോയിരുന്നു കഴിഞ്ഞാൽ, സെയിം ഡോക്ടറിന് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൈ ഈസ് ദ ലിമിറ്റാണ് ശരിക്കും ഡോക്ടർമാർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത്. സ്കൈ ഈസ് ദ ലിമിറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ക്ലിനിക്കാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയാലും നല്ല ക്യാഷ് കിട്ടും. സോ അവരെന്നിട്ടും അവിടെ നിൽക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടി തന്നെയാണ്. സോ അതിനുള്ള റെസ്പെക്റ്റ് എന്നും എല്ലാവരും കൊടുക്കണം. പിന്നെ ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ അത് പ്രോപ്പർ ഒരു കെയർ ഇല്ലാത്തതും പ്രോപ്പർ സ്റ്റാഫ് ഇല്ലാത്തതുമാണ്. ശരിക്കും ഒരു മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിലെ മറ്റ് മെഡിക്കൽ കോളേജുകൾ, ഇപ്പം ഡൽഹി എയിംസിലൊക്കെ ആണെങ്കിൽ ഒരു വർഷം 2 സീസണിലായിട്ട് 6 മാസം കൂടുമ്പോൾ അവർ ഏകദേശം 1000 പുറത്ത് JR നോൺ PG JRs എന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ PG MBBS കഴിഞ്ഞ് PGക്ക് കയറാതെ നിൽക്കുന്ന ആൾക്കാരുടെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരെ അവരെ സെലക്ട് ചെയ്തിട്ട് ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇട്ട് അവർ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. കേരളത്തിൽ ഇത് ഭയങ്കര കുറവാണ്. ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ വളരെ കുറവാണ്. കമ്പാരിറ്റീവ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് കുറവാണ്. അത് ആ ഒരു സമ്പ്രദായം മാറണം. ഇപ്പോൾ ഇവിടെ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലൊക്കെ റൺ ചെയ്യുന്നത് അവിടുത്തെ PGസും ഇൻറ്റേൺസും കൊണ്ടാണ്. ഇൻറ്റേൺസും എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെറും പട്ടിപ്പണി എടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ FMGയെ പലരും കുറ്റം പറയും. പത്തനംതിട്ട GHൽ വേറെ GHകളിലൊക്കെ ഞാൻ കേട്ട കാര്യം എന്ന് പറയുന്നത്, കണ്ടതും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പല OPയിലും ഇരിക്കുന്നത് ഈ പുറത്ത് പഠിച്ച FMGയിലെ ഇൻറ്റേൺസാണ്, അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന പിള്ളേരാണ് മെയിനായിട്ട് അവിടെ നോക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു സ്ലേവ് ടൈപ്പ് വർക്കാണ് അത് ചെയ്തത്. പ്രത്യേകിച്ച് ഈ ഇൻറ്റേൺസിന്, FMGയിലെ ഇൻറ്റേൺസ് ഇവിടെ വർക്ക് ചെയ്യുമ്പം അവർക്ക് ₹1 പോലും അവർക്ക് സ്റ്റൈഫൻഡോ ഒന്നും കൊടുക്കുന്നില്ല. അന്ന് പത്തനംതിട്ട GH വെച്ച് ഞാൻ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് DYFIയുടെ പൊതിച്ചോറ്, പിന്നെ വേറെ ഏതോ ഒരു പള്ളിയിലച്ഛൻ്റെ, പിന്നെ ഏതോ ഈ വേറെ യുവമോർച്ചയുടെ എന്തൊക്കെയോ വേറെ ഓരോരോ പാർട്ടിയുടെ, കോൺഗ്രസിന് എനിക്കറിയത്തില്ല, ഏതൊക്കെയോ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫുഡ് കഴിക്കേണ്ട ഗതികേടാണ് ശരിക്കും. അത് മാത്രമല്ല, ഇവരിൽ പലരും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പ്രൈവറ്റ് പ്രാക്ടീസിനാണ്. കാരണം കാശെന്ന് പറയുന്ന ഇഷ്യൂ തന്നെയാണ്. ഇവിടെ കേരളത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ 20,000 രൂപ അടയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞ് രജിസ്ട്രേഷൻ കിട്ടണമെങ്കിൽ 15,000 അടയ്ക്കണം. പിന്നെ ഇതിൻ്റെ പൂർണ്ണ വരവ് എല്ലാം കൂടെ നല്ലൊരു എമൗണ്ട് ആവും. ഇത്രയും വർഷം നമുക്ക് യാതൊരു വിധ സ്റ്റൈഫൻഡും ഇല്ലാതെ വർക്ക് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. വേറെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾ, ഇപ്പോൾ പുറത്തോട്ട് കഴിഞ്ഞാൽ ഡൽഹിയിൽ അല്ലെങ്കിൽ ഇപ്പം കർണാടക അല്ലെങ്കിൽ തമിഴ്നാടൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ സ്റ്റൈഫൻഡ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. സോ ആ അവസ്ഥയാണ് ഉള്ളത്. പക്ഷേ കേരളത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് ഇവർ ഈ ഇൻറ്റേൺസിനെ വെച്ച് മാക്സിമം യൂസ് ചെയ്യുകയാണ്. അത് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റേൺസ് PG ഇവർ രണ്ടുമാണ് ശരിക്കും ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് എങ്ങനെ കുറയ്ക്കാം? ഈ PGസും ഇൻറ്റേൺസും ചെയ്യുന്ന സ്ട്രെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വഴിയാണ് നോൺ PG JRനെ നമുക്ക് കുറച്ച് കൂടുതൽ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജോലിഭാരം എന്ന് പറയുന്നത് ഇവരെ ഉപയോഗിക്കുന്ന നൈറ്റ് ഡ്യൂട്ടി, ഇവർ ഡേ ഡ്യൂട്ടിയൊക്കെ ഒരുപാട് രീതിയിൽ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റും. ക്ലിനിക്കൽ സൈഡിലുള്ള വർക്ക് ചെയ്യുന്നവർക്കും അത് കാണുന്നവർക്കൊക്കെ അറിയാം, വാർഡിലൊക്കെ പല സമയത്തും ഡോക്ടേഴ്സ് കാണത്തില്ല, അവർ വിളിക്കുന്ന സമയത്ത് ആൾ ചിലപ്പോൾ കാണത്തില്ല. മെയിൻ കാര്യം എന്ന് പറയുന്നത് ഷോർട്ടേജ് തന്നെയാണ്.
സോ അതിനുവേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് നോൺ PGJR SRS. SRനെ ശരിക്കും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ വളരെ നല്ല രീതിയിൽ ഓടും. പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കേരളത്തിന് ശരിക്കും പറഞ്ഞാൽ ഫണ്ടില്ല, ക്യാഷ് വളരെ കുറവാണ്, ഫിനാൻഷ്യലി നല്ല ഒരു ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്. സോ അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. സോ ഈ ഒരു അവസ്ഥയിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടി സെസ് ഇട്ടണക്ക്, നമ്മുടെ പെട്രോളിയത്തിന് ഇട്ടണക്ക് കുറച്ചും കൂടെ സെസ് ഇടുക. കാരണം എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. സോ അതിന് എന്തെങ്കിലും ഇട്ടിട്ട് നോൺ PGJRസിന് ആഡ് ഓൺ ചെയ്യുക, SRSനെ വെക്കുക, കുറച്ചും കൂടെ നഴ്സിംഗ് ആൾക്കാരെ വെക്കുക, കുറച്ചും കൂടെ സ്റ്റാഫിനെ കൂട്ടുക. എങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്ത് പോകും. പിന്നെ കുറച്ച് മാനേജ്മെൻറ്റ്, ഇപ്പോൾ അക്കാഡമിക് സെഷനിൽ മാനേജ്മെൻറ്റ് കുറച്ചും കൂടെ നന്നാക്കി കഴിഞ്ഞാൽ ഓരോ ഹോസ്പിറ്റലിൽ സത്യം പറഞ്ഞാൽ വലിയ ഒരു എന്താ പറയുക, ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോ അല്ലെങ്കിൽ വിദേശത്തുള്ള ഹോസ്പിറ്റലിൻ്റെ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേരളത്തിൻ്റെ. പിന്നെ വേറെ വലിയൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പലരും ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തിൻ്റെ അല്ല ഇന്ത്യയുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ എനിക്ക് ഇത്ര അനുഭവപ്പെട്ടിട്ടില്ല, ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് പ്രൈവറ്റിൽ ഇടയ്ക്ക് നോക്കുമായിരുന്നു. അപ്പോൾ നോക്കുന്ന സമയത്ത് അവർ നമുക്ക് ശമ്പളം വളരെ കുറച്ചാണ് പറയുന്നത്. ഞാൻ ഞെട്ടിപ്പോയി, എന്താ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്കൊരു MBBS കഴിഞ്ഞ് രജിസ്ട്രേഷൻ ഉണ്ട്, അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള സമയത്ത് ഒരാൾ ചോദിക്കുന്ന സമയത്ത് അവർ പറയുന്ന ശമ്പളം 30, 35, 40, 40 ഈ റേഞ്ചൊക്കെയാണ് അവർ പറയുന്നത്. ഒരു മാസ ശമ്പളം നല്ല രീതിയിൽ എടുക്കുന്ന സമയത്ത് ശരിക്കും ഞെട്ടിപ്പോയി. എന്താ കാര്യം നോക്കിയപ്പോൾ പറയാനാണ്, ഈ നമ്മൾ ഉള്ള അതർ ഡിഗ്രീസ് ഉണ്ടല്ലോ, ഇപ്പം BA, MS, BDS അങ്ങനെയുള്ള ഡിഗ്രി ആൾക്കാരെ അവരെ റിക്രൂട്ട് ചെയ്യുകയാണ് ഈ ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ച് പ്രൈവറ്റുകാർ. സോ അതിൻ്റെ ഒരു പ്രത്യാഘാതം കൊണ്ട് ഈ നോർത്ത് സൈഡിൽ ഇപ്പം കർണാടക തൊട്ട് തമിഴ്നാട്ടിൻ്റെ കാര്യം എനിക്ക് അറിയത്തില്ല, കേരളം എനിക്ക് അത്ര പരിചയമില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ മറ്റ് സ്ഥലങ്ങളിലൊക്കെ BDS ആരും BAMS ആരാണ് ഇപ്പം MBBS ആരുടെ ജോലി എടുക്കുന്നത്. ആ സമയത്താണ് ശരിക്കും ഞാൻ തന്നെ മനസ്സിലാക്കിയത് MBBS കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല, എത്രയും പെട്ടെന്ന് PG എടുക്കുക, അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായത് തന്നെ. സോ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നല്ലതുമുണ്ട്. ശരിക്കും നല്ല എന്താ പറയുക, ഒരു സ്ട്രക്ചർ ഇതിനുണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ നല്ലതാവും, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും. പിന്നെ ഈ ആൾക്കാരുടെ മനോഭാവം ഒന്ന് കുറയ്ക്കണം. ഒരു ഡോക്ടർ എന്ന് പറയുന്നത് ദൈവമൊന്നുമല്ല. ഇപ്പം ഒരു വലിയൊരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, അവരെ കൊണ്ടുവരുന്നു, ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ എല്ലാത്തിനും കൊണ്ടുവന്ന് ഞാൻ സിനിമയിൽ കാണുന്ന കണക്ക് നമ്മൾ ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങ് ജീവിപ്പിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. മാക്സിമം ട്രൈ ചെയ്യും എന്നേ ഉള്ളൂ. അത് ജനങ്ങൾ മനസ്സിലാക്കണം. ഈ ഇടയ്ക്ക് തന്നെ കൊല്ലത്ത് രാത്രി ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടറിന് അടി കിട്ടിയ കേസ് ശരിക്കും പറഞ്ഞാൽ അത് മനസ്സിലാക്കണം. അവർക്ക് ഫാമിലി ഉണ്ട്, അവർക്കും ഈ നമ്മൾ കോവിഡ് സമയത്തൊക്കെ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഇപ്പം ബാക്കി ഗവൺമെൻറ് ജോലിക്കാരായാലും എല്ലാവരും വീട്ടിലിരുന്ന് സൂക്ഷിച്ച സമയത്ത് ഫുഡും ബാക്കി കാര്യങ്ങളൊക്കെ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടായിരുന്നു. അങ്ങനെ പറയുന്നതല്ല, ഒരു നല്ല വിഭാഗം ആൾക്കാരും വീട്ടിലിരിക്കുന്ന സമയത്ത് ഡ്യൂട്ടി ചെയ്തവരാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് ഡേയും നൈറ്റും അവരുടെ ഹെൽത്ത് പോലും നോക്കാതെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത് പല സമയത്ത്. സോ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ഡോക്ടർമാരൊക്കെ ഒരുപാട് ആദരിച്ചിട്ടുണ്ട്. മെഡിക്കൽ വർക്കിൽ എല്ലാം ചെയ്യുന്ന ഡോക്ടർമാർ മാത്രമല്ല, എല്ലാവരും ക്ലീനേഴ്സ് തൊട്ട് ടെക്നീഷ്യൻസ്, നഴ്സിംഗ് തൊട്ട് ഡ്രൈവേഴ്സ് തൊട്ട് എല്ലാവരും, അതെല്ലാം ഒരു ടീം വർക്കാണ്. അപ്പം അല്ലാതെ ഒന്നും ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നല്ലൊരു ടീം വരുമ്പോഴാണ് അവിടെ ഏറ്റവും നല്ല റിസൾട്ടും ഉണ്ടാവുന്നത്. സോ ആ ഒരു സമയത്ത് നമ്മൾ കൊടുത്ത റെസ്പെക്റ്റ് അതിന് ശേഷം പിന്നെ കാണാതായി. ഇവരെ വിചാരം എന്ന് പറയുന്നത് ശരിക്കും ഡോക്ടർമാർക്ക് ഒരുപാട് കാശുണ്ടാക്കുന്നു, ഭയങ്കര രീതിയിലുണ്ടാക്കുന്നു. അങ്ങനെയൊന്നും അല്ല. ഇപ്പം കാലം ഒരുപാട് മാറിക്കഴിഞ്ഞു. MBBS കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം ഇന്ത്യയിൽ ഏകദേശം 1 ലക്ഷം സീറ്റുണ്ട്. അപ്പോൾ അടുത്ത 10 വർഷം കൊണ്ട് 10 ലക്ഷം MBBS സ്റ്റുഡൻസ് ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത്. അതൊക്കെ തന്നെയാണ് BAMS, BDS ബാക്കിയുള്ളതും. അത്രയും സ്റ്റുഡൻസ് ഉണ്ട്. ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ പല ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ഇപ്പം അലോട്ട് ചെയ്യുന്നത്, ഇപ്പം റിക്രൂട്ട് ചെയ്യുന്നത്, ഇപ്പം OPD ഇരിക്കാനും ബാക്കി എമർജൻസി ഡ്യൂട്ടീസിന് മാത്രം MBBSന് എടുത്തിട്ട് ബാക്കി വാർഡ് ഡ്യൂട്ടീസ്, നൈറ്റ് ഡ്യൂട്ടീസൊക്കെ ഷിഫ്റ്റൊക്കെ എടുപ്പിക്കുന്നത് ബാക്കി ഡിഗ്രി ഉള്ളവരെയൊക്കെയാണ്. കാരണം അവരുടെ ആവശ്യമുള്ളൂ അവിടെ. ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ വേണ്ടി വേറെ MBBS ആരെയും ഒന്നും ആവശ്യമില്ലല്ലോ. അവർ വെച്ച് തന്നെ അവരത് മാനേജ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പല തരത്തിലും. കർണാടകയിലാണ് ഞാൻ മെയിനായിട്ട് കണ്ടത്. ഇപ്പം എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാണ്. ശരിക്കും ഞാൻ കണ്ടൊരു അനുഭവമാണ്. കാരണം അവരെ 20,000 രൂപയ്ക്കും 15,000 രൂപയ്ക്കും അവർ വില്ലിങ്ങാണ് വർക്ക് ചെയ്യാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. സോ അവർ നല്ല രീതിയിൽ കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. പിന്നെ അതാണ് ഇന്നത്തെ
പറയാനുള്ള കാര്യം. സോ താങ്ക് യു സോ മച്ച്.